ഈ ഹോട്ടൽ കൊള്ളയടിക്കാൻ വന്നിരിക്കുകയാണ് ഷുക്കൂറിന്റെ ആൾക്കാർ. അവരെന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. Don't move! I say don't move! Don't move! ഇതാരാണെന്ന് മനസ്സിലായോ? ഈ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആണ്. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ റിവോൾവർ താഴെ ഇടൂ. ഇടൂ. Come on. ഇൻസ്പെക്ടർ ജയദേവൻ, ഈ നഗരം വിറപ്പിക്കുന്ന സിംഹം, ഇതാ എന്റെ കാൽ ചുവട്ടിൽ. Come on. Get up. ഇൻസ്പെക്ടർ, എനിക്ക് നിങ്ങളുടെ ജീപ്പ് ഒന്ന് വേണം. What do you say? നിന്നെപ്പോലെ 1000 കടലാസ് പുലികളെ കണ്ടവനാണ് ഈ ജയദേവൻ. നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ആ അവകാശം നിയമത്തിലുള്ളതാണ്. Come on, move. Use cover. Move. എന്താ ഇത്ര വൈകിയത്? പോലീസല്ലേ, വിചാരിക്കുന്ന സമയത്ത് വരാൻ പറ്റുമോ? ആഹാ, മോൾ ഉറങ്ങി. ഡാഡി വരുമെന്നും പറഞ്ഞ് മോൾ ഇത്രയും നേരം കാത്തിരുന്നു. മോൾ ഊണ് കഴിച്ചോ? ഇല്ല, ഞാൻ എത്ര പറഞ്ഞെന്നോ, ഡാഡി വന്നിട്ടേ ഊണ് കഴിക്കുന്ന ഒരേ വാശി. മോളെ മോളെ മോളുടെ 5 സ്റ്റാർ. അവൾ നല്ല ഉറക്കമാണ്. ഇവളാള് കൊള്ളാമല്ലോ. മോൾ ഉറങ്ങില്ലായിരുന്നു? അതിനെ ഡാഡി വരാൻ ഞാൻ ഉറങ്ങാം. നിർമ്മല, ചോറെടുക്ക. കുളി കഴിഞ്ഞ് ഡാഡി മമ്മിയും കൂടെ ഒരുമിച്ച് കഴിച്ചോളാം. ശരി, എന്നാ ഡാഡി കുളിക്കുന്നില്ല, നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. ആ ശരി മമ്മി, നീ കൂടെ ഇരുന്നേ.
കണ്ടോ? എന്നാലും മമ്മി കഴിക്കാൻ അവള് പറയുന്നില്ല. അല്ലെങ്കിൽ ഈ പെൺപിള്ളേർക്ക് തണ്ടന്മാരോടാ കൂടുതൽ സ്നേഹം. നീ വിഷമിക്കണ്ട. മമ്മിയെ സ്നേഹിക്കാൻ ഉടനെ തന്നെ ഒരു ആൺകുട്ടിയെ തന്നാ പോരെ? എന്നാ ഡാഡി ആൺകുട്ടിയെ കൊണ്ടുവരുന്നത്? എനിക്ക് കളിക്കാനൊരു കൂട്ടാവും. പോലീസ് ഡിപ്പാർട്ട്മെന്റ് തലവേദനയായി മാറിയിട്ടുള്ള ശുക്കൂറിന്റെ സംഘത്തിൽപ്പെട്ട ഒരുത്തനാണ് ഇന്ന് വലയിൽ വീണിട്ടുള്ളത്. ക്രിസ്റ്റഫർ. ജേട്ടൻ രാവിലെ വിടേന്ന് പോയാ തിരിച്ചു വരുന്നത് ഒരു ഉള്ളിൽ തീയാണ്. നമുക്ക് ഈ പോലീസ് ഉദ്യോഗം മതിയാക്കി വേറെന്തെങ്കിലും നോക്കുകയാണ് നല്ലത്. നീ ഇങ്ങനെ പേടിച്ചാലോ? ഈ ജോലിക്ക് കിട്ടുന്ന ത്രില്ല് മറ്റേതെങ്കിലും ജോലി കിട്ടുമോ? കിട്ടില്ല. ജയേട്ടൻ അത് പറയാം. മനസ്സമാധാനത്തോടുകൂടി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? 24 hours ജോലിയാ. ഞാൻ എന്റെ ഡാഡിയോട് പറയാൻ പോവാ വേറെന്തെങ്കിലും ബിസിനസ് നോക്കണമെന്ന്. ഇൻസ്പെക്ടർ ജയദേവൻ ഒരു ഭീരുവാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിരിക്കും നിന്റെ പാവം. നീ കിടക്കാൻ നോക്ക്. ചാടിപ്പോയെന്നു? എപ്പോ? ഞാനിതാ വരുന്നു. അവൻ പോയി സാർ, പോയി. നിങ്ങൾക്കിവിടെ എന്തെടുക്കായിരുന്നു? കിടന്നുറങ്ങിയായിരുന്നു സാർ. ഞങ്ങൾ ഉറങ്ങിയിരുന്നെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു സാർ. ഇത് ഉറങ്ങിയതുമില്ല, അവൻ ചാടി പോവുകയും ചെയ്തു. അവൻ എന്നെ പണിയായി കാണിച്ചത്. ചാടിപ്പോയതിന്റെ അനക്കവും തരില്ല സാർ. മണിയടി ചായ കൂട്ടിയിട്ടല്ലേ സ്റ്റേഷനിൽ നിന്ന് പുള്ളികൾ ചാടിപ്പോകുന്നത്? നോൺസെൻസ്. വെറുതെ അല്ലടോ തനിക്ക് പോത്തച്ചെന്ന് പേര് വെച്ചത്. താനൊക്കെ വെറും പോത്താ. ശരിയാ സാറേ, ഭാര്യ ഇത് പറയാറുണ്ട്. കൈ കിട്ടിയതാ. അവനെ വെച്ചാ ഷുക്കൂറിനെ കസ്റ്റഡിയിൽ എടുക്കാമെന്നും വിചാരിച്ചതാ. എല്ലാം നശിച്ചു. ഇനി SP അദ്ദേഹത്തിനോട് ഞാനെന്ത് സമാനം പറയും? ഇത്രയും വലിയ തീഹാർ ജയിലിൽ നിന്ന് ശോഭാരായി ചാടിപ്പോയപ്പോഴോ ലോകപ്പ് ആവുമ്പോ ചാടും തിരിച്ചു വരും. ഇതൊക്കെ DSP അദ്ദേഹത്തിന് അറിയാം സാറേ. മിണ്ടായിരടോ. സാർ, ഞാനാണ് ജയദേവൻ, സ്റ്റേഷനിൽ നിന്ന്. ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത ക്രിസ്റ്റഫർ സെല്ലിന് ചാടിപ്പോയി. ഇൻസ്പെക്ടർ ജയദേവൻ. ചെറുപ്പത്തിന്റെ ചൂടുള്ള രക്തം സിരകളിലൂടെ ഒഴുകുന്നതിന്റെ ആവേശമോ? ഷുക്കൂറിനെ അവൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആപത്താണ് ഷുക്കൂർ. വാട്ട് ഡു യു മീൻ ക്രിസ്റ്റഫർ? അവൻ നമ്മുടെ മുന്നിൽ ഒരു പുഴു മാത്രമല്ലേ? ഈ പകുതി കേട്ടി ഡാഡി. എന്തിനാ മോളെ? മോളൊന്നും ഇവിടെയല്ലേ ഇറങ്ങുന്നേ? ഡാഡി, ആ നിൽക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ കളക്ടറുടെ മോളുണ്ട്. അവൾക്ക് വലിയ ഗമയാ. അവളൊന്ന് കാണണം. ഞാൻ ഡാഡിയുടെ ഒപ്പം പോലീസ് ജീപ്പിൽ ചെന്ന് ഇറങ്ങുന്നത്. നീ കൊള്ളാമല്ലോടി മോളെ. ഡാഡി, ഇൻസ്പെക്ടർ അത്രയും വെയിറ്റ് ഉണ്ടോ ഈ കളക്ടർക്ക്? പിന്നെ വെയിറ്റ് മോളുടെ ഡാഡിക്കായിരിക്കും. പക്ഷേ കളക്ടർക്കാ മോളെ പവർ. ഏതായാലും നിന്റെ വെയിറ്റിന് കുറവ് വരണ്ട. ഡാഡി, അതാണ് കളക്ടറുടെ മോള്. ശരി ശരി, മോളിറങ്ങിക്കും. ഡാഡിയും മമ്മിയും കൂടി ക്ലാസ് വിടുന്നതിന് മുമ്പ് വരണം. എന്നിട്ട് വേണം ബീച്ചിൽ പോവാൻ. ഓക്കേ? He's my daddy. Inspector, understand? വലിയ പവർ കാണിച്ചാലേ അകത്ത് കിടക്കേണ്ടി വരും.
കമോൺ. ഓമന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ, ചിങ്ങപ്പൂ കന്നിപ്പൂ ചിത്തിരപ്പൂ അല്ലിപ്പൂങ്കാവാകെ ആയില്യപ്പൂ മഞ്ഞ താലി നീ വാ. പാവക്കുഞ്ഞും കൊണ്ടുവാ, ഓമന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ, ചിങ്ങപ്പൂ കന്നിപ്പൂ ചിത്തിരപ്പൂ അല്ലിപ്പൂങ്കാവാകെ ആയില്യപ്പൂ മഞ്ഞ താലി നീ വാ. ഓമന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ, ഓമന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ. പൊയ്കയിൽ നീന്താനിറങ്ങുന്ന നേരങ്ങൾ എന്നും പൂവിതളിൽ മയങ്ങും ശലഭം, ഇരുവെളുപ്പിനു ചന്ദന പൊയ്കയിൽ നീന്താനിറങ്ങുന്ന നേരങ്ങൾ എന്നും നീരാട്ടിനായി പോരും മാലാഖയെ കാണാൻ നീയും വരുന്നു. ഓമന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ, ഓമന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ. കറുപ്പനും നാട്ടുവേഴാമ്പലും രാഗങ്ങൾ മോളുന്ന നേരങ്ങളിൽ എന്നും നിൻ മനസ്സിൽ തെളിയും കനവിൽ, ആറ്റക്കറുപ്പനും നാട്ടുവേഴാമ്പലും രാഗങ്ങൾ മോളുന്ന നേരങ്ങളിൽ എന്നും കുന്നിൻ മേലെ വാനം പാടി നിന്നെ പാടിയുറക്കും. ഓമന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ, ഓമന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ, ചിങ്ങപ്പൂ കന്നിപ്പൂ ചിത്തിരപ്പൂ അല്ലിപ്പൂങ്കാവാകെ ആയില്യപ്പൂ മഞ്ഞ താലി നീ വാ. ഓമന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ, ഓമന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ. ആരാ ആരാ?
എന്തിനാണെന്നാ ചോദിച്ചത്? ചേട്ടൻ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വീരഭദ്രന്റെ പരാക്രമങ്ങൾ എങ്ങനെയുണ്ട്? കർണക്കുറ്റിക്കിട്ട് 2 അടി കിട്ടിയാലേ ചേട്ടന്റെ ഈ പരാക്രമങ്ങളൊക്കെ മാറും. ആർക്കും എളുപ്പത്തിൽ കൈവയ്ക്കാവുന്ന ശരീരശാസ്ത്രത്തിലെ ഏറ്റവും മൃദുലമായ ഭാഗമാണ് കരണം. അതായത് കവിൾത്തടം. നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിൽ എങ്ങനെ കവർച്ച നടക്കുന്നു, എങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉഗ്രൻ നോവൽ എഴുതാൻ പോകുകയാണ് ഈ വീരഭദ്രൻ. അതിനുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കാൻ ഇപ്പോൾ ഞാൻ. അതിന്റെ ട്രയലായത്. നീ ഏതായാലും ബുദ്ധിവഴി തന്നെ. കോളിംഗ് ബിൽ അടിച്ചിട്ടും ആളെ കാണാതെ വാതിൽ തുറന്നില്ലല്ലോ. യു ആർ ദി ബ്രൈഡ്. ചേട്ടന്റെ ഈ വട്ട് ഇപ്പോഴും മാറിയില്ല. വട്ടോ? ഇത് വട്ടല്ല, ഒരുതരം വെട്ടാണ്. തൂലിയ കൊണ്ടുള്ള വെട്ട്. നിനക്കറിയാമോ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡിറ്റക്റ്റീവ് നോവലിന്റെ പേരെന്താണെന്ന്? എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. മലയാളത്തിലെ ഡിറ്റക്റ്റീവ് നോവൽ ശാഖയിൽ ഒരു എത്തിക്കണ്ണി കൂടി, സോറി, ഒരു മുതൽക്കൂട്ടാണ് എന്റെ നോവൽ. നിന്നെയും കൊല്ലും, ഞാനും ചാകും. നിന്നെ കുറച്ച് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരൂ. വല്ലാത്ത ചൂട്. വീട്ടിലെ അമ്മാവനും അമ്മാവിക്കും സുഖമാണോ? ഐ ഡോണ്ട് കെയർ. ഫാദേഴ്സിനെ കുറിച്ചും മദേഴ്സിനെ കുറിച്ചും ഞാൻ ചിന്തിക്കാറില്ല. അതെല്ലാം വെറും മിഥ്യയാണ്, മിഥ്യ. ഞാൻ എഴുതുവാനുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് അന്വേഷിച്ചു വന്നതാണ്. ഇവിടെ കൊള്ളാം, ഇവിടെ ക്വയറ്റ് ആൻഡ് കാം ആണ്. ഞാനിവിടെ ഒരു സൃഷ്ടി നടത്താൻ പോവുകയാണ്. ഞാനിവിടുത്തെ മുറികളുടെ ഒരു റിസർച്ച് നടത്തിയിട്ട് വരാം. ഓക്കെ? യു പ്ലീസ് റൈറ്റ്. ഓക്കെ? കല്ലേ, അത് കൊള്ളാമല്ലോ. പതുക്കെ പതുക്കെ. അയ്യോ, എന്റെ എന്താണിത്? അയ്യോ, എന്നാലും എന്റെ പിള്ളേരെ, നിങ്ങളെപ്പോലെ സുന്ദരികളായ ചെറുപ്പക്കാരുടെ ലൈഫ് ഇവിടെ കിടന്നിങ്ങനെ സ്പോയിലായി പോകുന്നല്ലോ. എനിക്കത് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഐ ആം റിയലി ഫീലിംഗ് ഇറ്റ്. റിയലി, ഐ എം നോട്ട് ജോക്കിംഗ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? വെരി ഗുഡ്. എനിക്കത് അപ്പോഴേ തോന്നി. ഐ വി ശശി, ജോഷി, സാജൻ, ഭരതൻ, പ്രിയൻ ഒക്കെ നമ്മുടെ പയ്യന്മാരല്ലേ. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒന്ന് പറയണം സാർ, ഞങ്ങൾ രക്ഷപ്പെട്ടോട്ടെ. ഞാൻ ഏറ്റുകുട്ടികളെ, ഇങ്ങനെ ഒരു ചെറിയ സഹായമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു മഹാനാണെന്ന് പറയുന്നത് എന്താർത്ഥം അല്ലെ? നീ തീരാമുനിയും തന്നെ. നിന്നെ ഞാൻ ശ്രീരേഖ വിളിക്കുന്നു. എന്നെ കാണേണ്ടവർ ഇങ്ങോട്ട് വരണം. ഞാൻ ആരെയും അങ്ങോട്ട് പോയി കാണാറില്ല. നീ ഇങ്ങനെ പറയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. മക്കളെല്ലാം ചെല്ലി. എല്ലാത്തിനും ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാം. മീനാക്ഷി, ശേഷാദ്രി, മന്ദാകിനി, ഇന്ദാകിനി എല്ലാം ചെല്ലി. ചെല്ല്. എനിക്ക് നിന്നെ കൊണ്ട് ഒരു ചെറിയ ജോലിയുണ്ട്. എന്ത് ജോലിയാ? നിനക്കറിയാവുന്ന ജോലി തന്നെ. ഇന്ന് രാത്രി ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കുറച്ച് പണമെടുക്കണം. അതിനുള്ള എല്ലാ പരിപാടികളും ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്ലാനും പരിപാടിയൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ പ്രതിഫലത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. പ്രതിഫലം 50-50. നീ കാറിൽ തന്നെ ഇരിക്കണം. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ? ഓക്കെ സർ. ആ,
ഒരു 50 രൂപ ഞാൻ 50 രൂപ താശാനെ ഒരു പെട്ടി കാലി കീഴാൻ പാടില്ലെന്നാ പറയുന്നത്. നമുക്ക് നാളെ വന്ന് ചക്കണ്ടതല്ലേ. ഇതെന്താ അങ്ങനെ ഓടുന്നേ? എന്റെ കണക്ക് എടുത്തിട്ട് പോ. 50-50 കണക്ക് ആവശ്യം കഴിഞ്ഞാൽ ഞാൻ ആരുടെയും കണക്ക് ബാക്കി വെക്കാറില്ല. പ്രതിയുടെ മേലുള്ള കുറ്റകൃത്യങ്ങൾ പ്രോസിക്യൂഷൻ നിരുപാധികം തെളിയിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 393 വകുപ്പ് പ്രകാരം പ്രതിയെ 8 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. 8 വർഷം? ചേട്ടൻ ഊണും ഉറക്കം ഉപേക്ഷിച്ച് ആർക്കു വേണ്ടി എങ്ങനെ കഷ്ടപ്പെടുന്നത്? നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടി ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 4-5 ദിവസം കഴിഞ്ഞാ വരുന്നത്. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് വിചാരം പോലും ചേട്ടനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? നിന്നെ കെട്ടിച്ചയക്കാനുള്ള പണം ഉണ്ടാക്കണ്ടേ മോളെ? പിന്നെ എന്നെ കെട്ടിച്ചേക്കൊന്നും വേണ്ട. ഞാൻ ചേട്ടനെ വിട്ട് എങ്ങും പോവില്ല. അതെല്ലാ പെൺകുട്ടികളും പറയുന്നത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചേട്ടനും വേണ്ട, ആരും വേണ്ട. ഒന്ന് പോ ചേട്ടാ. പോവാതെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. രാജുട്ടാ, എന്റെ ചേട്ടൻ എന്ന് വരും? ശോഭ വിഷമിക്കരുത്. 6 മാസം വളരെ പെട്ടെന്ന് പോവില്ലേ? 6 മാസം ഞാനിവിടെ ഒറ്റയ്ക്ക്? അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. ശോഭ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട. വിരോധമില്ലെങ്കിൽ ശോഭയ്ക്ക് എന്തോടെ വരാം. ആദ്യം എനിക്കെന്റെ ചേട്ടനൊന്ന് കാണണം. രാജുവേട്ടന് എന്നെ ജയിലിൽ നിന്ന് കൊണ്ടുപോയി കാണിക്കാമോ? നാം തമ്മിലുള്ള അടുപ്പം ചേട്ടൻ അറിഞ്ഞുകൂടാ. ഞാൻ കൂടെ വന്നാൽ അത് കൂടുതൽ കുഴപ്പമാവും. എന്തായാലും എനിക്കെന്റെ ചേട്ടനെ ഒന്ന് കാണണം. ശോഭ മാത്രം പോയി ചേട്ടനെ കണ്ടാൽ മതി. അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം. എന്താ പോരെ? നീ എന്തിനാ ശോഭ ഇങ്ങോട്ട് വന്നത്? ചേട്ടാ, ചേട്ടൻ ജയിലിലാണെന്ന് കരുതിയിട്ടാണ്. ചുമ്മാ കുറച്ചു ദിവസം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കല്ലേ? താടിയൊക്കെ ഒന്ന് മിനുങ്ങുമ്പോ ഞാൻ അങ്ങോട്ട് വരില്ലേ? അതിന് നീ ഇങ്ങനെ കരഞ്ഞാലോ? നീ കൂടെ വേണേ ചേട്ടൻ്റെ കൂടെ 2 ദിവസം ഇവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് സുഖമായിട്ട് നമുക്ക് 2 കൂടെ തിരിച്ചു പോവാം. ചേട്ടന്റെ മോളല്ലേ, കരയരുത്. ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. മോൾ ചെല്ലു. പിന്നെ ചേട്ടൻ വരുന്നത് വരെ നമ്മുടെ കല്യാണിയമ്മ വിളിച്ച് വീട്ടിൽ നിർത്തും. കണ്ടോ എന്തു പറഞ്ഞു? landing. Okay. Yes.
ഓക്കെ. ചേട്ടൻ ഇന്നലെ എവിടെയായിരുന്നു? മിണ്ടാതെയും പറയാതെയാണോ ഒരിടത്ത് പോകുന്നത്? ഞാൻ കോട്ടയത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയിരുന്നതാണ്. ഇൻവെസ്റ്റിഗേഷനോ? ആ, ഇന്നലെ കോട്ടയത്ത് മാർപ്പാപ്പയെ കാണാൻ പോയിരുന്നു. ക്രൗഡ്. ഓ, എന്തൊരു തിരക്കായിരുന്നു. ഹോട്ടലിൽ ഒറ്റ റൂം കിട്ടാനില്ല. വിഷമിച്ചു പോയി. പിന്നെ എവിടെ കിടന്നു? എനിക്കാണോ കിടക്കാൻ സ്ഥലം കിട്ടാത്തത്? ഞാൻ മലയാള മനോരമയിൽ കിടന്നു. മനോരമയിലോ? യാ, മനോരമയിൽ നിനക്കാരാ ഉള്ളു? ആളിയെ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിയേ. 4 മലയാള മനോരമ പത്രം വാങ്ങി ബസ് സ്റ്റാൻഡിൽ വിരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി ഞാൻ. എന്തിനാ ഇവിടെ വന്നത്? ക്ഷമിക്കണം സാർ, റേഡിയേറ്ററിൽ വെള്ളം തീർന്നു പോയി. കുറച്ച് വെള്ളം തരണം. അത്യാവശ്യമായി ഒരിടത്ത് പോകാനുള്ളതുകൊണ്ടാണ്. കുറച്ച് വെള്ളം എടുത്ത് ടിന്നി വെച്ചാലെന്താ? ഇവിടെ ഇവർക്കൊക്കെ കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ. കുറച്ച് തരാം. കണ്ടിട്ട് വലിയ മാന്യനാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം വാനിൽ ഒഴിച്ചാലേ നിന്റെ വാൻ ഓടും. അല്ലടാ, നിങ്ങളാണോ മിസ്റ്റർ ഇതൊക്കെ പറയാൻ? ഞാൻ ആരാണെന്ന് അറിയണം. അല്ലടാ, നിങ്ങളുടെ ജയിലിന്റെ സെറ്റപ്പ് ഒട്ടും ശരിയല്ല. ജയിലിങ്ങനെ കരിങ്കല്ലുകൊണ്ട് അടച്ചു പൂട്ടിയതായിരിക്കരുത്. വിശാലമായി തുറന്നിടണം. അപ്പോൾ ആർക്കും ഓടിപ്പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകില്ല. യു നോ മൈ വേർഡ്സ് മീനിങ്? ചേട്ടനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷേ അളിയനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇരുട്ടറയിലെ കൊലപാതകം എന്ന ഡിറ്റക്റ്റീവ് നോവലിൽ കുറ്റവാളികളെ എങ്ങനെ തടവിലാക്കാം എന്ന് എഴുതിയിട്ടുണ്ട്. അളിയൻ അതിലെ ഓരോ ഇൻസിഡൻസും വായിച്ചു നോക്കി അതുപോലെ പ്രവർത്തിക്കുക. നിന്റെ ഈ വട്ടം നിർത്താമോ? ഇറ്റ് ഈസ് നോട്ട് വട്ട്. ഐ ആം മോസ്റ്റ് എക്സെൻട്രിക്. ഇവനെ പറഞ്ഞു വിടുന്നുണ്ടോ? വാട്ട് യു മീൻ? ഓക്കേ ഓക്കേ. രാജേട്ടാ, രാജേട്ടാ, എന്താ രാജേട്ടൻ എന്ത് പറ്റി? ഒന്നുമില്ല. അല്ല, എന്താ ഉണ്ട്? എന്നിൽ നിന്ന് ഒളിക്കുക. ശോഭെ, എന്നോട് ക്ഷമിക്കൂ. എന്നെ കുറിച്ച് നീ അറിയാത്തൊരു സത്യമുണ്ട്.
നിന്റെ ചേട്ടനെ പോലെ തന്നെ ആ ബാങ്ക് കവർച്ചയിൽ ഞാനും പങ്കാളിയാണ്. നീ ഇത് കണ്ടോ? പക്ഷെ പോലീസിന് എന്നെ പ്രതിയാക്കാനുള്ള തെളിവൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ജയിലിലായില്ല. തെറ്റായ വഴിയിൽ പണം സമ്പാദിക്കാനുള്ള മോഹം കൊണ്ടല്ല. ജീവിക്കാനുള്ള യാത്രക്കിടയിൽ ഞാൻ ഷുക്കൂറിന്റെ കയ്യിലെ ഒരു കളിപ്പാവയായിപ്പോയി. കൊള്ളയടിക്കപ്പെട്ട രൂപ എന്റെ കയ്യിലാണ്. ഞാൻ ആ പണം ബാങ്കിലെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഷുക്കൂർ ഏതു നിമിഷം എന്നെ തേടി വരും. എന്റെ ചേട്ടനും ഇങ്ങനെയായി. എനിക്ക് രാജുവിനെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ശോഭേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. ഷുക്കൂറിനെ പണം തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ തൊഴിൽ ഉപേക്ഷിക്കാം. സത്യം. എന്റെ പണം എവിടെ? പണം ഞാൻ ബാങ്കിലെ ലോക്കറിൽ വെച്ചിട്ടുണ്ട് ഷുക്കൂർ. നീ പറയുന്നത് സത്യമാണോ? അതെ. എങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. നീ വേഗം പോയി പണം എടുത്തോണ്ട് വാ. ഇന്ന് ശനിയാഴ്ചയാണ്. ബാങ്ക് സമയം കഴിഞ്ഞു. ഇനി തിങ്കളാഴ്ചയെ കിട്ടൂ. എന്നെ കബളിപ്പിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, സത്യമാണ്. ഏതാടാ ഈ പെണ്ണ്? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. നിന്റെ കാമുകിയല്ലേ? നീ പേടിക്കണ്ട. നിന്നെ ഞാൻ വിശ്വസിക്കുന്നത് പോലെ നിനക്കെന്നെയും വിശ്വസിക്കാം. നീ പണം കൊണ്ടുവരുന്നത് വരെ ഇവളെന്റെ കസ്റ്റഡിയിലിരിക്കാം. വേണ്ട ശുക്കൂർ, വേണ്ട. ഞാൻ തിങ്കളാഴ്ച രാവിലെ വരെ പണം കൊണ്ടുതരും. എന്നാൽ അന്ന് നിനക്ക് ഇവളെ കൊണ്ടുപോകാം. സാർ, എന്റെ ലോക്കറിന്റെ താക്കോലൊന്ന് വേണം. C25. സോറി, ബാങ്ക് ടൈം കഴിഞ്ഞു. ഞങ്ങൾക്ക് പോകാൻ തുടങ്ങുക. സാർ, അങ്ങനെ പറയരുത് സാർ. അത്യാവശ്യമാണ്. പ്ലീസ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. മാനേജർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. സാർ, എന്നെ എങ്ങനെയും സഹായിക്കണം സാർ. പ്ലീസ്. പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ലെന്ന്. ഹലോ, രാജുവാണ്. ഞാൻ ബാങ്കിൽ ചെന്നിരുന്നു. തിങ്കളാഴ്ച രൂപ കിട്ടുള്ളൂ. തിങ്കളാഴ്ച ബാങ്ക് തുറന്നാൽ ആ നിമിഷം ഞാൻ രൂപ എത്തിക്കാം ഷുക്കൂർ. എത്തിച്ചാൽ നിനക്ക് നല്ലത്. ഷുക്കൂർ, എന്റെ ശോഭയെ വിട്ടയക്കണം. അവളെ ഒന്നും ചെയ്യരുതേ. പണം കൊണ്ടുവരുന്ന ആ നിമിഷം ഞാൻ അവളെ വിടാം. അന്ധകാരത്തിന്റെ ഊരിരുട്ടിലൂടെ നമോ ആ രൂപം മന്ദം മന്ദം പതുക്കെ പതുക്കെ നടന്നു വന്നു. പാദസ്വരത്തിന്റെ ജിലിം എന്ന ശബ്ദം കേട്ടു. പാദസരത്തിന്റെ ശബ്ദം കേട്ട് അയാൾ ഞെട്ടിവിറയ്ക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഡിറ്റക്ടർ വിറച്ചില്ല. വളകിലുക്കത്തിന്റെ ശബ്ദം
ഇല്ല, അയാൾ വിറച്ചില്ല. അയാൾ വീണ്ടും മോള് പേടിച്ചു പോയല്ലേ? മോള് പേടിച്ചില്ല, അങ്കിള് ഡിറ്റക്റ്റീവ് നോവൽ എഴുതി കഴിഞ്ഞു. നോക്കട്ടെ. അന്ധകാരത്തിന്റെ കൂരിരുട്ടിലൂടെ. അതെന്താ അങ്കിൾ, അന്ധകാരം കൂരിട്ട് ഒന്നല്ലേ? അല്ല മോളെ, കൂരിരുട്ടിന്റെ മറ്റൊരു രൂപമാണ് അന്ധകാരം. The dark is the another version of darkness. You understand? No. Very good. No. Very good. എന്താണ് അങ്കിൾ പറയുന്നത്? ഞാൻ മോൾക്ക് മലയാളത്തിൽ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കേ. മതി മതി, കിടന്നുറങ്ങാൻ നോക്ക്. ആ മോളെ. അളിയ, അളിയൻ അളിയൻ എന്തെങ്കിലും കേസ് പിടിക്കാനുണ്ടെങ്കിൽ എന്റെ സഹായം എപ്പോഴും അഭ്യർത്ഥിക്കാം. എപ്പോഴും എപ്പോഴും. ആട്ടെ, അറിയിക്കാവേ. ഇതുപോലൊരു സാധനം. എന്ത് ചെയ്യുന്ന? കൂരിരുട്ടിലൂടെ. നാളെ എഴുതാം. ഈ സംഭവം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു അപമാനമാണ്. ഹോം മിനിസ്റ്ററുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ജയിൽ ചാടിപ്പോയ ഷുക്കൂറിനെയും അവന്റെ അനുയായികളെയും കസ്റ്റഡി എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന്. ഷുക്കൂറിനെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അവന്റെയും അവന്റെ അനുയായികളുടെ സങ്കേതം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഷുക്കൂറുമായി ബന്ധമുള്ള ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, സുരേഷ്. അവന് അവരുടെ സങ്കേതങ്ങളെല്ലാം അറിയാൻ കഴിയും. അവനെ കുറച്ചു ദിവസത്തേക്ക് വിട്ടുതന്നാൽ ഷുക്കൂറിനെയും കൂട്ടരെയും ഞാൻ കസ്റ്റഡിയിലെടുക്കാം. ജയിലിൽ കഴിയുന്ന ഒരാളെ അങ്ങനെ കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. ഷുക്കൂറിനെ കണ്ടുപിടിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല സാർ. മിസ്റ്റർ ജയദേവൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാളെ ജയിലിൽ നിന്ന് കൊണ്ടുപോകാൻ സ്പെഷ്യൽ പെർമിഷൻ ഞാൻ വാങ്ങിത്തരാം. എന്റെ ശ്രീദേവി കുട്ടി. നീയൻ ചന്ദ്രികേ, എന്റെ മീനാക്ഷി, എന്റെ പൂനന്തില്ലൻ, എന്റെ കോലാപുരി. കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് വിളിച്ചുകൂടെ സാറേ? ചില വലിയ വീട്ടിലെ കൊച്ചമ്മമാര് ഭർത്താക്കന്മാരെ വിളിക്കുന്ന പോലെ. ഏയ് പോയി. എനിക്കേ എന്റെ അച്ഛൻ തുണ്ടിപ്പറമ്പ് രാഘവനിട്ട് നല്ല പേരുണ്ട്, സുരേഷ്. ആ എഴുന്നേക്ക്. എനിക്കിപ്പോ ഭക്ഷണം ഒന്നും വേണ്ട സാറേ. ഒരു വളിച്ച ചപ്പാത്തി, പൂപ്പല പിടിച്ച റൊട്ടി. ഞാൻ നല്ല രണ്ട് പെമ്പിള്ളേരെ പടം കണ്ട് അങ്ങനെ രസിച്ച് കിടക്കായിരുന്നു. സാറത് വന്ന് കുളവാക്കി. അല്ല, ഇതാര്? താറാവ് സാറല്ലേ? ഇൻസ്പെക്ടർ സാറാണല്ലോ. എന്താ സാറേ ഇവിടെ? നിന്നെ ഇറക്കിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. അപ്പൊ എന്റെ ശിക്ഷ കഴിഞ്ഞു? ഇല്ല. നിന്നെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ജയിൽ ചാടി ഒരുത്തരെ കണ്ടുപിടിക്കണം. വാ, നമുക്ക് പുറത്തേക്ക് വാ. വേറെ പണി നോക്കണ്ട സാറേ, എനിക്ക് മനസ്സില്ല. എന്നെ കോടതി 6 മാസത്തെ ശിക്ഷിച്ചതാ. തല്ലി കൊന്നാലും ഞാൻ ഇവിടെ ഇറങ്ങില്ല. ഇനിയിപ്പോ അഥവാ വരണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി പറയണം. അധികം സംസാരിക്കണ്ട, പറയുന്നത് കേട്ടാ മതി. ചേട്ടാ, ഇത് കൊള്ളാമല്ലോ. ഇത് എവിടത്തെ നിയമമാ സാറേ? ജയിൽ പുള്ളിയെ കൂടെ കൊണ്ടു നടക്കണം. മതായങ്ങളായ പോ സാറേ. നിന്നെ കൊണ്ടുപോകാനുള്ള പെർമിഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോലീസുകാരും ഇല്ലേ സാറേ? കള്ളന്മാരെ പിടിക്കാൻ കള്ളന്മാരെ തന്നെ ഏൽപ്പിക്കുന്നു. അയ്യേ, കൊള്ളാം. അവനെ പിടിക്കാൻ നിന്റെ സഹായം എനിക്ക് വേണം. അതിനായി കുറച്ചു ദിവസം നീ എന്റെ കൂടെ പുറത്ത് വരണം. വന്നേ തീരൂ. ആ, അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറ. എന്നാലും ഇതൊരു ബോർ ഏർപ്പാടാണ് സാറേ. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇതിനകത്ത് തന്നെ വന്ന് കിടക്കണ്ടേ? അതുകൊണ്ട് സാറ് വേറെ ആളെ നോക്ക്. ഇവനെ നീ അറിയുമോ? ഇവനാണ് ജയിൽ ചാടിയത്. ഇവനാണോ?
ഇവനെ പിടിക്കാനാണെങ്കിൽ ഞാൻ വരാം. എനിക്ക് ഈ കള്ളക്കഴവറവനെ കണ്ടിട്ട് ഒരു ചെറിയ കാര്യമുണ്ട്. ആ പിന്നൊരു കാര്യം, ഞാൻ വരുന്നതിന് അല്പം ചെലവൊക്കെ ഉണ്ട്. പുറത്തിറങ്ങി ഞാൻ വർത്തമാനം പറയരുത്. എനിക്ക് ചാപ്പാടിന് ചാപ്പാട്, ഉടുപ്പിന് ഉടുപ്പ്, ഇതൊക്കെ വാങ്ങി തരാൻ പറ്റുമോ? ഞാൻ അല്പം ലാവിഷ് പാർട്ടിയാണ്. എനിക്ക് എന്റേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഏറ്റോ ആ കൊടുകൈ. ആ ഇത് വളരെ ചീപ്പാണ് സാറേ. ഇതിന്റെ കുറച്ചിൽ എനിക്കല്ല, സാറിനാ. ഇപ്പൊ ആര് കണ്ടാലും പറയും പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന IPS ഓഫീസറാണ് ഞാനെന്ന്. അതുകൊണ്ട് വിലങ്ങില്ലാതിരിക്കുന്ന സാറേ നല്ലത്. താൻ വാചകമൊന്നും അടിക്കണം, നടക്ക. ആണ്ടേ പുറത്തിറങ്ങിയപ്പോ സ്വഭാവം അറിയല്ലോ. ഇതാണ് പറയുന്നത് പോലീസുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. സാറേ, സാറൊരു കാര്യം മനസ്സിലാക്കണം. വിലങ്ങ് വെച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, ഞാൻ ഓടിപ്പോകുന്നില്ല. കേറ് കേറ്. ഇനി വേണോന്ന് വെച്ചാൽ തന്നെ എനിക്ക് ഈ വിലങ്ങൊന്നും ഒരു പ്രശ്നമല്ല സാറേ. പൂട്ടിയിട്ടുണ്ട്. ഒന്ന് നിർത്തിക്കാം സാറേ, ഒന്ന് നിർത്തിക്ക. എന്താണോ? സാറത് കണ്ടോ സാറേ? ആ ബൊമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്. സാറേ എനിക്കത് വാങ്ങിച്ചാ സാറേ. ഞാനിട്ടാ നന്നായിട്ട് ചേരും. അതോ? അതിന് എന്ത് വിലയാവുന്നു എന്റെ വിചാരം? ഞാൻ അപ്പോഴേ പറഞ്ഞ എന്നെ കൊണ്ടുവന്ന ചെലവ് കൂടുന്നു. ഇങ്ങനെ ഞഞ്ഞാമിഞ്ഞാ പറയാനാണെങ്കിലേ ഞാനില്ല, എന്നെ ജോലി കൊണ്ട് വിട്ടര്. കാശില്ലെങ്കിൽ പിന്നെ പോലീസാണെന്ന് പറഞ്ഞാൽ അതിന് എന്താ സാറേ കാര്യം? സാർ ഇത്ര പശുക്കനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സാറിന് വാങ്ങി തരുന്നുണ്ടോ ഇല്ലയോ? സാറെന്തിനാ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? വാങ്ങിച്ചു തരാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചതാ, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ജയിലിൽ വിട്ടേര്, ഞാൻ പോയിക്കോ. എങ്ങനെയുണ്ട് സാറേ? കലക്കിട്ടില്ലേ? സാറിന്റെ ഒപ്പം ഇങ്ങനെ ടിപ്പ് ടോപ്പായിട്ട് നടന്നില്ലെങ്കിലേ ഞാൻ വല്ല ജയിൽ പുള്ളിയാണെന്ന് കാണുന്നവർക്ക് തോന്നും. തനിക്കൊന്നും മിണ്ടാതെ നടക്കാമോ? അതൊന്നും പറ്റില്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കണം. അത് എന്റെ ഒരു നേച്ചറാ. കണ്ടില്ലേ, നല്ല ഉടുപ്പിട്ട് എന്ത് കാര്യം? എഗൈൻ ശങ്കർ ഓൺ ദ കോക്കനട്ട് ട്രീ. നമ്മളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ജയിലിൽ കിടന്ന സുരേഷിനെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇൻസ്പെക്ടർ ജയദേവൻ. അവർ നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മൾ അവരുടെ കഥ കഴിക്കണം. രാജു താമസിക്കുന്ന സ്ഥലം സുരേഷിനറിയാം. അവർ അവിടെ എത്താൻ സമയം കൊടുക്കരുത്. വേഗം വെക്കുള്ളൂ. അയ്യോ ഒന്ന് നിർത്താ സാറേ. സാറേ ഒന്ന് നിർത്ത സാറേ. അയ്യോ ഒന്ന് നിർത്തേ. എന്താണോ? എനിക്കിത്തിരി മൂത്രം ഒഴിക്കാനാ സാറേ. ഇവിടെ സാധിച്ചു. ഇതെന്താ സാറേ വിലം കഴിക്കാതെ എങ്ങനെ മൂത്രം വയ്ക്കുന്നത്? തനിക്ക് വേറൊരു കൈ കൂടെ ഇല്ലേ? അതിന് കൈ കൊണ്ടാണോ മൂത്രം വയ്ക്കുന്നത്? ഒരാളിങ്ങനെ അടുത്തുനിന്ന് എനിക്ക് മൂത്രം പോകില്ല സാറേ. സുഖമായിട്ടൊന്ന് മൂത്രം ഒഴിക്കാൻ പോലും ഫ്രീഡം എന്ന് വെച്ചാൽ ഇത് എന്തൊരു ലൈഫാണ് സാറേ. ഞാനിങ്ങനെ പോകും കേട്ടോ. ജയിലിലാണെങ്കിൽ വല്ല കുടത്തിലെങ്കിലും മൂത്രം ഒഴിക്കാൻ. सामने तो आवो चलिए चुप चुप चलने में गुलमाल है. ഇനി വേണമെങ്കിൽ ചാൾസ് ശോഭരാജിനെ വേണമെങ്കിലും പിടിച്ചാൽ വാ പോ.
സമാധാനമായല്ലോ. ഈ വിലങ്ങ് കൈയിട്ടില്ലായിരുന്നു അവന്മാരെ രണ്ടിനെ ഇപ്പൊ പിടിക്കാൻ പാടില്ലായിരുന്നു. എന്റെ ദേഹത്തോട് കളിച്ചല്ലോ. നടക്കടാ, അടിച്ചു ഞാനത് സംഭവിച്ചു തരും. ആ ഇവിടെ ഈ കെട്ടിടത്തിന്റെ മുകളിലാണ് ശുക്കൂറിന്റെ കൂടെ ഉണ്ടായിരുന്ന രാജു താമസിക്കുന്നത്. സാറേ, ഇതെന്താ സാറേ പട്ടിയെ പോലെ പൂട്ടിട്ട് പോകുന്നേ? ഇങ്ങനെയാണ് എന്നെ കൊണ്ട് പറ്റിയല്ല. എന്നെ തിരിച്ച് ജയിലിൽ കൊണ്ട് വിട്ടേര്. മനുഷ്യന് ഒരു വിശ്വാസമില്ലെന്ന് വെച്ചാൽ എങ്ങനെ ജീവിക്കുക? ഒരുമാതിരി മൂന്നാം തരം കള്ളന്മാരോട് പെരുമാറുന്നത് എന്നോട് പെരുമാറുന്നത് കേട്ടോ. സാറേ, സാറേ, താഴെ ഇടൂ. എന്തിനാ സാറേ താഴെ ഇടുന്നേ? എന്നാ പിടിച്ചു. തന്നോട് ആര് പറഞ്ഞു വിലം കഴിക്കാൻ? ആരും പറഞ്ഞില്ല സാറേ. പക്ഷെ വിലം കഴിക്കാതെ ഇവനെ പിടിക്കാൻ പറ്റുമോ? ഇത് നോക്കി. പൂട്ടിക്കോ, പൂട്ടിക്കോ സാറേ. എവിടെയാണ്? അറിയത്തില്ല അല്ലേ? പറയടാ. ഞാൻ പറയാം. ഷുക്കൂർ ഹോട്ടൽ ഇന്റർനാഷണലുണ്ട്. വാ സാറേ, നമുക്ക് അകത്ത് പോയി നോക്കാം. വേണ്ട, നീ ചെല്ലേ. എന്നെ അവിടെ എല്ലാരും അറിയും. ആ കറക്റ്റ്. അപ്പൊ സാറൊരു കാര്യം ചെയ്യും. സാർ ആ തോക്കിഞ്ഞതാ. തോക്കോ? ഒരു തോക്കെങ്കിലുള്ള ഞാൻ അങ്ങോട്ട് ചെന്ന് അവന്മാരനെ ഇടിച്ച് പിരുത്ത് കളയും. തോക്ക് മറ്റൊരാൾ കൈമാറിക്കൂടാ. ഓ, അപ്പൊ ജയിൽ പുള്ളിയായ എന്നെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കാം അല്ലേ? അത് കുറ്റവാളിയെ കണ്ടുപിടിക്കാനാണ്. ശരി, എന്നാ തോക്ക് തരണ്ട. സാറിന്റെ കയ്യില് ഒരു കാർഡ് ഉണ്ടല്ലോ, ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണിക്കുന്നേ. എന്താ എന്റെ പേര്? ഐഡന്റിറ്റി കാർഡോ? ആ, അവൻ തന്നെ. അവനെങ്കിലും എന്റെ കയ്യിൽ ഇരുന്നാലേ എനിക്കൊരു ബലം ഉണ്ടാവുള്ളൂ. നീ ഇത് സൂക്ഷിക്കണം. പിന്നെ ഇത് കാണിക്കാനല്ല സാറേ, ചുമ്മാ ഒരു ബലത്തിലല്ലേ. ശരി, നീ ചെല്ലേ. ഞാൻ പിന്നെ വന്നേക്കാം. എന്ത് വേണം സാർ? കൊഞ്ഞാക്കുണ്ട? കൊഞ്ഞാക്ക് ഇല്ല സാർ. ഷീബ സെറീഗൽ? നോ സാർ. ഷുക്കൂറുണ്ടോ? ഇല്ല സാർ. കോച്ചല്ല, നിന്റെ മുതലാളി? എനിക്കറിയില്ല സാർ. അറിയില്ലല്ലേ? ഇല്ല. ഇല്ല. കള്ള കഴിവണവനെ കുത്തിന്റെ പാങ്ക്രിയാസ് ഞാനെടുത്തത്. എവിടാ ഷുക്കൂർ? എനിക്കറിയില്ല സാർ. അറിയില്ല സാർ. പറയടാ. ഞാൻ സത്യമാ സാറേ പറയുന്നത്. പറയടാ. എനിക്കറിയില്ല സാർ. രണ്ടിനായിരിക്കും അല്ലേ? ശരിയാവൂല. നിങ്ങൾ എന്നെ തല്ലും, ഞാൻ നിങ്ങളെ തല്ലും. പിന്നെ അത് കൂട്ടത്തല്ലാവും. ഇത് നമ്മൾ എത്ര സിനിമ കണ്ട അച്ഛനെ. അതുകൊണ്ട് വേണ്ട. പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും അല്ലേ? അവിടെ നിന്ന് തന്നെ ഞാനും വരുന്നേ. ക്രൈം ബ്രാഞ്ച് CID ഓഫീസർ. കൂടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇടിച്ച് പേരുത്ത് കളയുന്നെ. ഹെൽത്ത് ക്യാമ്പ് നടത്തുന്ന സോഫിയാടെ വീട്ടിലുണ്ടോ?
പോലീസാ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഷുക്കൂറിനെ വിളിക്കണം. ഷുക്കൂറോ? ആമാ, യുവർ ബാസ്. ഓഹോ, വരൂ. ഇരിക്കൂ. അപ്പോ നിങ്ങൾക്കത് അറിയില്ലല്ലേ? ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് നാളുകളായി. അയാളൊരു കൊള്ളക്കാരൻ മാത്രമല്ല, ഒരു സാഡിസ്റ്റ് കൂടെയാണ്. കള്ളം, പച്ചക്കള്ളം. ഇതാ നോക്കൂ, ഇത് കണ്ടോ? ആ മനുഷ്യൻ ചുരുട്ടുകൊണ്ട് പൊള്ളിച്ച പാടാണ്. പുള്ളിപ്പോയി സാറേ. ആവശ്യം കഴിഞ്ഞാൽ സ്ത്രീകളെ വേദനിപ്പിക്കുന്നത് ആ ദുഷ്ടന്റെ ഒരു രസമാണ്. I hate him. I hate him. പാവം. ഇവിടെയാണ് പുള്ളി അതല്ലേ? ആ, ഉടുപ്പൊന്നും എടുത്ത് സാറേ. ആളെപ്പടെ ഒരു ഉടുപ്പ് അത് കീറിപ്പോയി. പിന്നെ ഞാൻ വേറെ ഉടുപ്പിനോട് പോകും. വന്നിരുന്നോ? ആ രാജുവായിരിക്കും എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ എന്നിട്ടെന്താ? ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. പാവങ്ങൾ പുലിയെ പോലെ വന്നു, അവസാനം പൂച്ചയെ പോലെ പോകേണ്ടി വന്നു. ഓക്കെ, ബൈ. സാറേ നിർത്തി നിർത്തി നിർത്തി. എന്താ സാറേ? എനിക്കൊരു പാന്റും ഷർട്ടും വേണം. വേണ്ട വേണ്ട, ഇതൊക്കെ മതി. ഞാൻ എത്ര ദിവസമായി സാറേ ഇത് തന്നെ ഇട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? സാറ് നാറുന്നില്ലേ? എനിക്ക് തന്നെ നാർന്നു. അതൊക്കെ പിന്നീട് വാങ്ങാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് 4 ആളുടെ മുമ്പിൽ ഇറങ്ങി നടക്കാനുള്ളതല്ലേ? ടെമ്പിളെടുത്തിരുമ്പോ അവര് മൂക്ക് പൊത്തൂല്ലേ സാറേ? ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. ആ, അത്ര വലിയ ശല്യമാണെങ്കിലേ എന്നെ തിരിച്ചുകൂടെ ജയിലിൽ വിട്ടേര്. ഒരു ദിവസമാണ് ജീവിക്കുന്നതെങ്കിലും അത് നല്ല ഡ്രസ് ഇട്ട് അന്തസ്സായിട്ട് ജീവിക്കണം. ഒന്ന് വാങ്ങിച്ചതാ സാറേ, ചുമ്മാ പിശിക്കാതെ. ഈ കണക്കിന് ഞാൻ മോഷ്ടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. അയ്യോ എന്റെ പൊന്നു സാറേ, അതൊന്നും വേണ്ട. എന്നെ വെള്ളം കഴിക്കരുത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി വാങ്ങിച്ചോട്ട് വരാം. ആ, ഏയ് ഈ രാത്രി എവിടെ പോയിട്ട് വരുന്നു? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരിക. നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങൾക്ക് സ്മഗ്ലിംഗ് സംഘവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ആരാ? ക്രൈംബ്രാഞ്ച് CID ഓഫീസർ. അങ്ങോട്ട് മാറി നിൽക്കേ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. ആ ബാഗ് എടുത്ത് കയ്യിലേക്ക് വെക്കാൻ. കൈവക്ക്. എന്തൊക്കെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? കുട്ടി വയ്ക്കോളൂ. ഇവൻ പോലീസ് ഓഫീസറൊന്നും അല്ല. സാർ എന്ത് പണിയായി കാണിച്ചത്? ആ പെണ്ണിന്റെ മുമ്പ് ഞാൻ പോർണയില്ലേ? മേലെ ഇത്ര പോക്കരുത്തും കാണിച്ചാണ്ടല്ലോ അടിച്ചു നിന്നെ. ഓ പിന്നെ അടിക്കും. എന്റെ കയ്യിലെ തേങ്ങ പറിക്കാൻ പോകും. പോലീസും തൊപ്പിയാണെന്ന് ഞാൻ നോക്കുകയല്ല. തനിക്ക് അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട്. ആ പിന്നെ അല്ലാതെ ഞാൻ ആ പെൺകുട്ടി ഒന്ന് തൊട്ടെന്ന് പറഞ്ഞ് സാറിന് എന്ത് പറ്റി? സാറിന് വല്ലതും തേഞ്ഞു പോയോ? കേരള ജീപ്പില്. ആ അതൊക്കെ കയറാം. പക്ഷെ എനിക്ക് വിശക്കണേ എന്തെങ്കിലും വാങ്ങിച്ചു. നീ ഇപ്പോഴല്ലേ കഴിച്ചത്? അതൊക്കെ ദഹിച്ചു സാറേ. മനുഷ്യന്റെ വയറ്റിൽ കുടലില്ലേ? പിന്നെ കഴിക്കാന്ന്. സാർ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചാണെങ്കിൽ ഞാൻ ചത്തുപോകും. പിന്നെ സാറ് ശവത്തിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. ആ ഉടുപ്പിച്ച് ഇട്ട് നോക്കട്ടെ. മനുഷ്യന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും സാറേ.
ഞാൻ 2 പൊറോട്ട കൂടെ വേണം, പിന്നെ 2 ചിക്കൻ റോസ്റ്റ്. ശരി. ആ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സൂപ്പ്. എന്താ പോലെ സാറേ? നീ ഇങ്ങനെ വലിച്ചു വാരി തിന്നാലേ വയറിന് കേട് പിടിക്കും. സാറിനത് പറയാം. സാറിന്റെ കൂടെ കൂടിയ പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമാ. ആ ജയിലിൽ വെച്ചൊന്ന് കൊഴുത്തു വന്നതാ. വരൂ. ഡാഡി. ആ മോളെ, ഇതെന്റെ ഫ്രണ്ട് സുരേഷ്. ഇതാരാണെന്ന് മനസ്സിലായല്ലോ. ഈ എങ്കിലും ഡാഡി പോലെ ഇൻസ്പെക്ടർ ആണോ? ഇനി ഏതാനും ദിവസം കൂടി കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടും ജയിലിലേക്ക്. വാ. എന്താടോ? എന്റെ വയറുവേദന എടുക്കുന്നേ. ആ ഹോട്ടലിൽ വെച്ച് വലിച്ചു വാരി തിന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ. അനുഭവിച്ചോ? എന്തെങ്കിലും മരുന്ന് അല്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോകും. ഇതെന്താ ഹോസ്പിറ്റലോ? ഒന്നുമില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മരുന്ന് ഇവിടെ കാണും, ഞാൻ നോക്കട്ടെ. അങ്കിളെ, അങ്കിൾ എന്താ കഴിച്ചേ? അങ്ങൾ ഒന്നും കഴിച്ചില്ല മോളെ. ഒരു 3 ഫുൾ ചിക്കൻ, 8 പൊറോട്ട, 3 മുട്ട പുഴുങ്ങിയത്, പിന്നെ ഒരു സൂപ്പ്. അയ്യോ. സാധാരണ അങ്കിൾ അങ്ങനെ ഇങ്ങനെ ദഹനക്കുറവൊന്നും വരാത്തതാ. പിന്നെ എന്ത് പറ്റിയെന്ന് ചിക്കൻ ചെയ്തതായിരിക്കും. ഞാൻ മരുന്ന് കഴിക്കും. സാരമില്ല, ഒറ്റ വലിക്ക് കുടിച്ചാ കൈപ്പറിയില്ല. എനിക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ എന്റെ പെങ്ങൾ ശോഭ എനിക്ക് മരുന്ന് തരുമായിരുന്നു. അല്പം കയ്പുണ്ടെങ്കിൽ ഞാൻ തുപ്പിക്കളയുമായിരുന്നു. ജയദേവൻ സാറിന്റെ ഭാര്യ എന്നോട് ഒറ്റ വലിക്ക് കുടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ പെങ്ങളെ ഓർത്തുപോയി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. നിർമ്മലേ, എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. വാമോളെ. അങ്കിൾ, ഇപ്പൊ വയറ്റുവേനൊക്കെ മാറിയോ? ആ, മാറി വരുന്നു. ഇന്നലെ വരാമെന്നും പറഞ്ഞല്ലേ ചേട്ടൻ പോയത്? വരാൻ പറ്റിയില്ല. കൊല്ലത്തും കോട്ടയത്തും ഒക്കെ അവനെ നോക്കി പോകേണ്ടി വന്നു. ഡാഡി, ഡാഡി പോണ്ട ഡാഡി. ഡാഡി പോയിട്ട് വേഗം വരാൻ മോളെ. വ്യാഴാഴ്ച മോളുടെ ബർത്ത്ഡേ ആണ്. അന്നെങ്കിലും ചേട്ടൻ ഇവിടെ ഉണ്ടാവോ? അത് കൊള്ളാം. എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ വന്നില്ല, പിന്നെ ആരാ വരുന്നേ? അല്ലേ മോളെ? നല്ല ഡാഡി. സുരേഷ്, നീ എന്താ ആലോചിക്കുന്നത്? സാർ, എനിക്കെന്റെ പെങ്ങളൊന്ന് കാണണം. പെങ്ങൾ എവിടെയാണ്? നാട്ടില്. സാർ, എനിക്ക് അവിടെ വരെ ഒന്ന് പോണം സാർ. അത് ബുദ്ധിമുട്ടാണ് സുരേഷ്. സാർ, എന്റെ പെങ്ങൾ തനിച്ച. ഇപ്പൊ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ സുരേഷ്, ഇനി കുറച്ചു ദിവസം കൂടെ ബാക്കിയുള്ളൂ നിന്നെ ജയിലിലേക്ക് തിരിച്ചയക്കാൻ. അതിനു മുമ്പ് ഷുക്കൂറിനെ കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ചങ്ങലയിൽ കൊണ്ടു നടക്കുന്ന പോലീസ് നായയെ പോലെയാണ് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ സാർ എന്നെ കൊണ്ടു നടക്കും. കുറ്റവാളിയെ പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ പോലീസ് നായ്ക്ക് എന്താ വില? ഒരു വിലയില്ല. അത് വീണ്ടും കൂട്ടിനുള്ളിലായി. അതുപോലെ തന്നെ ഞാൻ. പിന്നെ സാറിന് പ്രൊമോഷനായി, പദവിയായി. എല്ലാം സാറിന് കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. ഏതാനും ദിവസത്തെ പരിചയമേ നമ്മൾ തമ്മിലുള്ളൂവെങ്കിലും എനിക്ക് സാറിന് ഇഷ്ടമായി. കുറ്റവാളിയെ കണ്ടുപിടിക്കാനാണെങ്കിലും ജയിൽ പുള്ളിയെ കൂട്ടുകാരനെ പോലെ കൂടെ കൊണ്ടു നടക്കുന്നത് പോലീസുകാരന്റെ ചരിത്രത്തിൽ ആദ്യമായി. സാരമില്ല സാറേ, എനിക്കെന്റെ പെങ്ങളെ കാണണമെന്നില്ല. സാറിന്റെ ലക്ഷ്യം തെറ്റിക്കണ്ട. നമുക്ക് പോവാം.
ഷുക്കൂറും ക്രിസ്റ്റഫറും ഒരു ദിവസം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ. ഇവിടെ അവർക്കൊരു പറ്റുവടിക്കാരിയുണ്ട്, ഒരു വെടിക്കാളി. സാറ് കുറച്ചുകൂടെ മാറ്റിയിട്ടേ. ഞാൻ പോയി രാവിലെ നോക്കിയിട്ട് വരാം. അവന്മാരവിടെ ഉണ്ടെങ്കിൽ ഞാൻ നീട്ടൊരു വിസിലടിക്കും. അപ്പൊ ഓടി ഉണ്ടാക്കണം. ഇവിടെ ഇപ്പോ ഷുക്കൂറും ക്രിസ്റ്റഫറും ഒന്നും വരാറില്ലേ? ഇല്ല. ഇവിടെ സുരേഷ്, 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 നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യത്തിൽ നിങ്ങൾ എന്തിന് തുനിയുന്നു? ഇതെന്താ അത്ര നിസ്സാര കാര്യമാണോ? ശിക്ഷിച്ച് ജയിലിൽ കഴിയുന്ന ഒരു പുള്ളിയെ പുറത്തു കൊണ്ടുപോയി രക്ഷപ്പെടാൻ അനുവദിക്കാന്ന് വെച്ചാൽ ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല സാർ. എന്ത് പ്രതീക്ഷിച്ചില്ലെന്നാ പറയുന്നത്? നിങ്ങളോട് ആര് പറഞ്ഞു അയാളുടെ വിലം കൂടാൻ? ഇതിന് നിങ്ങൾ ഡിസ്മിസ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളുടെ പേര് നടപടിയെടുക്കും. സാറേ, സാർ എന്നാ പണിയായി കാണിച്ചത്? ഞാൻ അവിടെ മുഴുവൻ സാറിനെ നോക്കി. സാർ ഇവിടെ നിൽക്കാണോ? എന്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല സാറേ. ഇവിടെ വരെ കുത്തിപ്പിടിച്ച് നടക്കായിരുന്നു. എന്നാ ഒരു 50-100 എന്റെ കയ്യിൽ വെച്ചതാ. വല്ല കൂൾ ഡ്രിങ്ക്സോ സോഡായോ ഒക്കെ വാങ്ങിച്ചു കുടിക്കാമല്ലോ. ഈ സാറിന് എന്നെ ഒരു വിശ്വാസവും ഇല്ല. ഇങ്ങനെയാണ് ഞാൻ പോവാണ് സാറേ. എന്നെ കൊണ്ട് ജയിലിൽ വിട്ടായിരുന്നു. നല്ലൊരു പട്ട് നടക്കാൻ കഴിയാമല്ലോ. താൻ മോളിൽ പോയിട്ട് അത്ര നേരം എന്ത് ചെയ്യായിരുന്നു? ഞാൻ മോളിൽ ചെല്ലുമ്പോ അവനവിടെ ഉണ്ടായിരുന്നു സാറേ. ഷുക്കൂറിനോടുള്ള ആ പല്ലൻ. ഒന്നും പറയണ്ട സാറേ, വെറുതെ തടി വിടക്കാക്കിയത് മിച്ചം. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. എന്നാ ഇടി അവൻ ഇടിച്ചാന്നറിയാവോ? എനിക്ക് വിശക്കുന്നു സാറേ, വല്ലതും വാങ്ങിച്ചാ സാറേ. യു മേ ഗോ നൗ. എക്സ്ക്യൂസ് മീ, ഒന്ന് നിൽക്കണേ. നല്ല പരിചയം തോന്നുന്നല്ലോ. എവിടെ വെച്ചാണ് ഞാൻ ആലോചിക്കുന്നത്? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ ഇല്ല. ഒന്നും വിചാരിക്കരുത്. യു ആർ വെരി ബ്യൂട്ടിഫുൾ. പാച്ചി അറിയോ? പാച്ചിയോ? ഡയറക്ടർ ഫാസിൽ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട്. ഐ ആം ഫ്രണ്ട്സ്. കണ്ടപ്പോഴാ ഓർത്തത്. ഫാസിൽ ഇന്നലെയും കൂടെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവന്റെ പുതിയ പടത്തിൽ അഭിനയിക്കാൻ ഒരു പെൺകുട്ടി ആവശ്യമുണ്ടെന്ന്. യു ആർ ഓക്കെ ഫിറ്റ്. സിനിമാ നടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ. നാദിയ മൊയ്തീൻ അറിയോ? നാദിയ മൊയ്തു അറിയാം സർ. നാദിയ മൊയ്തീനെ ഫാസിലിന് മുട്ടിച്ചു കൊടുത്ത ആരാ? ഞാനാ. ഞാൻ ബാലേന്ദ്രൻ കാർത്തിയെ മുട്ടിച്ചു കൊടുത്ത ആരാന്നറിയോ? ഞാനാ. അതുപോലെ ശോഭന, എത്ര പേര്. താല്പര്യമുണ്ടോ? ഉണ്ട് സർ. സിനിമയിൽ അഭിനയിച്ച പിന്നെ പണമായി, പദവിയായി, കാറായി, ഉദ്ഘാടനമായി, ഫാൻസ് അസോസിയേഷനായി, വലിയ നടിയൊക്കെ കഴിയുമ്പോ നമ്മളെന്ന് മറന്നിട്ട് കേട്ടോ. അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഒരു പ്രത്യേക ഗുണമുണ്ട്. കലാകാരികളെ കണ്ടാൽ അപ്പൊ എനിക്കറിയാം. സിനിമ വയ്ക്കാൻ താല്പര്യം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. ഞാൻ ഈ ഹൈറ്റൊക്കെ ഒന്ന്
കറക്റ്റ് കറക്റ്റ്. ഇനി സൈഡ് പോസ് നോക്കിക്കോട്ടെ. സൈഡ് പോസ് ഹേമാമാലിനെ പോലെ ഇരിക്കുന്നു. ബ്യൂട്ടി. സിനിമ അഭിനയായിരിക്കും. നല്ല ഭാവിയുള്ള കുട്ടിയാണ് സാർ. കലക്കും. ഭാവി കുട്ടിയേതാ? ഈ സാർ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വാങ്ങിത്തരാന്ന് പറഞ്ഞു. അയ്യടാ, സിനിമയെ ചാൻസ്. ഇവൻ ആരാണെന്ന് അറിയാമോ? ജയിൽ പുള്ളിയാ. കുട്ടി വെക്കോ. ഞാൻ സീലോടോട്ടില്ല താമസിക്കുന്ന. ഒന്ന് ഫോൺ ചെയ്താൽ മതി കേട്ടോ. ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത് കേട്ടോ. സാറിന്റെ ഈ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. ആ പെണ്ണിനെ ഒപ്പിച്ച് സാറിനെ കൊച്ചാക്കില്ലേ? ഇത് ശരിയാവൂല. എന്നെ ജയിലിൽ കൊണ്ട് വിട്ടേച്ചാൽ മതി. ആളെ കബൂറാക്കരുത് കേട്ടോ. സാറിന്റെ കാര്യം നടക്കാൻ പറ്റില്ല. സാർ എന്നെ കൊണ്ട് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടോടെ എന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കണം. നടക്കടാ, നടക്ക. വെറുതെ ഒരുപാട് കള്ളന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറുന്ന സാറിനോട് പല പ്രാവശ്യമായിട്ട് ഞാൻ പറയുന്നത്. കള്ളുന്നു കേറ. നീ ഇവിടെ ഇരിക്കെ. ഞാൻ അകത്ത് പോയി ഫോൺ ചെയ്തിട്ട് വരാം. ഇവിടെ ബബിതയെ പോലെ ഉണ്ടല്ലോ. ബബിത തന്നെ. മറ്റതാരാ? നീഗ്രോ. നീഗ്രോ ആണെങ്കിലും അവിടെ കൊള്ളാമല്ലോ. നല്ല ഫസ്റ്റ് ക്ലാസ് തിരക്ക്. ഉദയം പ്രഭചരിയും വേളയിലഴകായി തരളം ഒരു ചുംബനലഹരിയിലലിയാൻ മൊഞ്ചത്തി ഇവൾ ജന്നത്തിൽ നിന്നും വന്നെത്തി എന്റെ മുന്നിൽ. മേരി I love you, I love you, I love you, I love you. മേരി I love you, I love you, I love you, I love you. ഉദയം പ്രഭചരിയും വേളയിലഴകായി തരണം ഒരു ചുംബനലഹരിയിലലിയാൻ മൊഞ്ചത്തി ഇവൾ ജന്നത്തിൽ നിന്നും വന്നെത്തി എന്റെ മുന്നിൽ. മേരി I love you, I love you, I love you, I love you. മേരി I love you. ഉദയം Attention please. Indian Airlines announces the arrival of flight IC504 from Bombay.
പ്രഥമ പ്രണയമുണരും നിമിഷമായി അലസമൊഴുകി അഴകേവാ. പ്രഥമ പ്രണയമുണരും നിമിഷമായി പ്രണയിനീതാ വരുനി വരു അരികെ ഒരുങ്ങി ഇറങ്ങി വധുവായി വാ. സഗഗാഗമമ്മാമ സഗഗാഗ നിദ സ സഗ സഗ ധ നിദ നിദ നി മദ നിദ 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 നി ധ നിദ നിദ മഗദപ സഗമഗ ഗമദമ ഗഗ പമഗരി മാമ സനി ദപ മഗരി സഗാമദ നിദ നിദ മഗരി സഗാമദ നിദ നിദ മഗരി സഗാമദ നി ആലസം ഒഴുകി അഴകേവാ. വാചാലം നിൻമിഴിപ്പൂക്കൾ തേനൂറും നിൻ കിളിക്കൊഞ്ചൽ താരുണ്യത്തിൻ അമൃതവുമായി രാസകളി യാമങ്ങളിൽ സ്മൃതികളിലൊഴുകും സുഹൃതിനി നീയേ. വാചാലം നിൻമിഴിപ്പൂക്കൾ തേനൂറും നിൻ കിളിക്കൊഞ്ചൽ താരുണ്യത്തിൻ അമൃതവുമായി രാസകളി യാമങ്ങളിൽ സ്മൃതികളിലൊഴുകും സുഹൃതിനി നീയേ. വാചാലം നിൻമിഴിപ്പൂക്കൾ തേനൂറും. സുരേഷ്, സുരേഷ്, എന്താ ഇത്? എന്തു പറ്റി? ഹോ, തന്റെ ഒരു കാര്യം. His name is Cheater. What is the number of him? I don't know that. 505. Okay, I will catch him. Hello. Idalle. Hello. What is your bad name, please? താനാരോട് പേര് വയ്ക്കാൻ? ഫൂൾ. അതെ. ഷുക്കൂറിനെ ഞാൻ കണ്ടുപിടിക്കും. വീരപരാക്രമിയായ എന്റെ അളിയന് സാധിക്കാത്തത് ഞാൻ സാധിക്കും. ജക്ഷിപ്പാല. നോ നോ, ഇറ്റ് ഇസ് നോട്ട് പാല, ഇറ്റ് ഇസ് വാഗ. വാഗ. ഇവനാണ് ഷുക്കൂർ. കിട്ടിപ്പോയി. ഇവൻ തന്നെ. ഹലോ ഹലോ ഹലോ, അവിടെ നിൽക്കൂ പ്ലീസ്. സ്റ്റോപ്പ്. വാട്ട്? എന്റെ വാട്ടും പൂട്ടൊക്കെ കയ്യിലിരിക്കട്ടാ. ആ ബാങ്ക് ഓടിച്ച രൂപ എടുക്കണ. ഇതുപോലെ എത്ര ഉന്തും തള്ളും കൊണ്ടിട്ടാ എന്റെ അളിയൻ ഇന്നൊരു പൊസിഷനിലായത്. അയ്യോ 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 ഷുക്കൂറിന്റെ പാർട്ടിക്കാരൻ തന്നെ രക്ഷപ്പെട്ടു. പ്രമോഷൻ കിട്ടിയത് തന്നെ. അയ്യോ എന്റെ നടുവൊട്ടിങ്ങേ. പോയി. സാർ, ആ ഷുക്കൂറിന്റെ സംഘത്തിൽപ്പെട്ട ഒരാളെ ഇന്ന് ആസാദ് റോഡിൽ വെച്ച് കസ്റ്റഡിയെടുത്തു. വെരി ഗുഡ്. സത്യം പറയിക്കാൻ വേണ്ടി ഒന്ന് നന്നായി പെരുമാറേണ്ടി വന്നു. അതൊക്കെ വേണോടോ സാർ, ഇനിയെങ്കിലും എന്റെ പ്രമോഷന്റെ കാര്യം ഒന്ന് ശരിപ്പെടുത്തണം. അതൊക്കെ ഏറ്റുപൊത്തറ്റാ. വാ, ആളെ കാണാം. എണീക്കടാ. ഓ, കിടന്നുറങ്ങാൻ കണ്ടൊരു സമയം.
അളിയാ എന്നെ തല്ലി ചമ്മന്തിയാക്കി അളിയാ. അയ്യോ സാറിന്റെ അളിയനാ? അല്ലോ നല്ല അളിയാ, എന്നെ ഇനി ഒന്നിനും കൊള്ളുകയല്ലേ. ഐ ആം യൂസ്ലെസ്. താൻ പിന്നെ ശുക്കൂറിന്റെ ആളാണെന്ന് സമ്മതിച്ചേ? ഇനി രണ്ടിടിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തന്നെയാണ് ഷുക്കൂർ എന്ന് സമ്മതിച്ചേന്. വീട്ടിൽ പോകാൻ നോക്ക്. അയ്യോ, എനിക്ക് നിൽക്കാൻ വയ്യേ. അയ്യോ സാറേ, ഞാൻ പോട്ടെ. ബാക്കി പുറത്തോട്ട് വാ കേട്ടോ. രാജുവിന്റെ കയ്യിൽ നിന്നും പണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് നിമിഷവും ഈ സ്ഥലം വിടാമായിരുന്നു. രാജു എവിടെയുണ്ടെന്നറിയാമോ? ഇല്ല, പക്ഷെ അവൻ ഏത് നിമിഷവും ആ പണവുമായി തിരിച്ചു വരും, തീർച്ച. പേടിക്കണ്ട, പോലീസൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എവിടെ എവിടെ ആ പുള്ളിയൊക്കെ ഒന്ന് നോക്കട്ടെ. പുറത്തോ? എന്നാലും ഇത്രയും സുന്ദരിയായ നിന്നെ പൊള്ളിക്കാൻ ആ കള്ളക്കഴിവോടൊന്ന് തോന്നിയല്ലോ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? എന്നെ പരിശോധിക്കാനോ? അയ്യോ അല്ല, ശുക്രുണ്ടോ? അല്ല, എന്നെ ഇടിച്ച് പിരുത്തുകളെയൊന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇത് ഞാൻ താമസിക്കുന്ന വീടാ, അല്ലാതെ ഷുക്കൂറിന്റെ വീടല്ല. ഓക്കെ. അല്ല, ഞാൻ ആദ്യം കണ്ടപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. അയ്യോ അങ്ങനെ പറയല്ലേ, ഒരു നടിക്ക് വേണ്ട എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട്. ഹൈറ്റൊക്കെ നോക്കട്ടെ. കറക്റ്റ് കറക്റ്റ്. ഇങ്ങനെ ഒത്തിട്ടാൻ പാടാ. നിങ്ങൾ പോയി പണി നോക്കണം മിസ്റ്റർ. അയ്യോ അങ്ങനെ പറയല്ലേ, എന്തൊരു ഷേപ്പ്. ഞാനൊന്നും മനസ്സ് വെച്ചാലുണ്ടല്ലോ, I'll make you a superstar. I'll make you a dream girl. താൻ ഇതിനാണോ ഇങ്ങോട്ട് വന്നത്? സാർ, ഞാൻ ഷുക്കൂർ ഇതിനകത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങിയ. വേണ്ട, ഒന്നും പറയണ്ട. തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്നെ വേണം അടിക്കാൻ. നടക്ക്. സാറേ, ഇനിയും നമ്മൾ അടങ്ങിയിരുന്നാൽ പറ്റില്ല. ഇൻസ്പെക്ടർ ജയദേവന് ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തോടെ അയാളുടെ വലയിലകപ്പെടാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല. അവനെ അടക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവൻ എന്റെ ഈ കാൽക്കൽ വന്ന് വീഴും. ആഹാ, ഇന്നെന്താ ബർത്ത്ഡേ ആയിട്ട് മോള് സ്കൂളിൽ പോകുന്നു? ഇന്നെനിക്ക് മന്ത്ലി ടെസ്റ്റ് ഉള്ളതാ, എനിക്ക് പോണം. ഡാഡി കൊള്ളാം, മടിയില്ലാത്ത പിള്ളേരെ മടി പഠിപ്പിക്കും. ബർത്ത്ഡേ പാർട്ടി വൈകുന്നേരം അല്ലേ? ഡാഡി വൈകുന്നേരം മോളെ കൊണ്ടുവരാൻ നേരത്തെ വരണം. പിന്നെ ഡാഡി നേരത്തെ വരില്ലേ? വൈകുന്നേരം മോളുടെ ബർത്ത്ഡേ പാർട്ടി കളക്കേണ്ടതല്ലേ? താങ്ക് യു ഡാഡി. ആ ഡാഡി വേഗം പോയി റെഡിയാവും. നിന്റെ ഡാഡി മമ്മിയെ പോലെയാണ്. ഒരു സെക്കൻഡ് പോലെ ഡാഡിക്ക് റെഡിയായ. ആഹാ, നല്ല ഡാഡി മോളും. ഷൂസ് ഇടണ്ടേ? തിനക്കമന്തി തിനക്കമന്തി ഡാഡിയോടൻ മമ്മി. യെസ് സാർ. 3 മണിക്കോ? യെസ് സാർ, ഞാൻ വരാം സാർ. എനിക്ക് അത്യാവശ്യമായി ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോകണം. ഹോം മിനിസ്റ്റർ വരുന്നുണ്ട്. സാർ എന്തായി പറയുന്നേ? ഇന്ന് മോളുടെ ബർത്ത്ഡേ അല്ലേ? എന്ത് ചെയ്യാനാടോ, ഹോം മിനിസ്റ്റർക്ക് അറിയില്ലല്ലോ എന്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. താനൊരു കാര്യം ചെയ്യണം, മോളുടെ സ്കൂൾ വരെ ഒന്ന് പോയി മോളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കണം. ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞ് അവൾ കാത്തിരിക്കും. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നേക്കാം. അതിനെന്താ സാറേ, ഇപ്പൊ തന്നെ പോവാലോ.
കുട്ടിയെ കൊണ്ടുപോയി. ആ പിന്നെ വരാതെ മോനെ മമ്മിയുടെ അപ്പുറത്തിരിപ്പുണ്ട്. മോളെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഞാനും അത് ആലോചിക്കുന്നത്. ഇനി ഞാൻ വേറെ വല്ല സ്കൂളിലും പോയി അന്വേഷിക്കുന്നുണ്ടാവും. ജേട്ടൻ ചെന്ന് വിളിച്ചുകൂടായിരുന്നു. നീ വിഷമിക്കാതിരിക്കെ, മോള് വരുന്നേ. അതേക്ക് മോളെവിടെ? മോളിങ്ങോട്ട് വന്നില്ലേ? ഇവിടെ വന്നില്ലേ? ഒരു പോലീസുകാരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നുള്ള ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞു. ഹലോ, എന്താ ഇൻസ്പെക്ടർ ജയദേവൻ? ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നില്ലേ? മോളെ കാണാനില്ല അല്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഷുക്കൂർ. കേക്ക് മുറിച്ചോളൂ. മോളെ ആശംസകൾ അറിയിക്കണമെങ്കിൽ ഓടിൽ കൂടെ തന്നെ ആയിക്കോളൂ. ഉന്നാര മോൾ ഇവിടെ തന്നെ ഉണ്ട്. ഡാഡി, ഡാഡി, വേഗം വരൂ ഡാഡി. ഡാഡി വന്നില്ലെങ്കിൽ ഇൻസ്പെക്ടർ, നിങ്ങൾ എന്നെ പിടിക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മകളായിരിക്കും, ഉന്നാര മോള്. എന്നെ ഏതെങ്കിലും വിധത്തിൽ കീഴടക്കി കുട്ടിയെ കൊണ്ടുപോകാമെന്നുള്ള വ്യാമോഹം വല്ലതുമുണ്ടെങ്കിൽ അത് ഈ നിമിഷം ഉപേക്ഷിക്കുക. മറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കുട്ടിയുടെ ശവം ചതഞ്ഞരഞ്ഞ് റെയിൽവേ ട്രാക്കിൽ കിടക്കും. ഓക്കേ? ഹലോ, ഹലോ. എന്റെ മോൾക്ക് എന്ത് പറ്റി? എന്ത് പറ്റി? സാർ, മിനിമോൾ എവിടെയുണ്ട് സാർ? പറയൂ സാർ. ഷുക്കൂറിന്റെ കയ്യിൽ. അങ്കിൾ, എന്നെ വീട് അങ്കിൾ. എന്നെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ക്രിസ്റ്റഫർ, ഇതിനെ ആ മുറികളുടെ മോൾ എന്തിനാ കരയുന്നേ? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. എനിക്കെന്റെ മമ്മി ഡാഡി കാണണം. മോള് കരയുന്നു. ആന്റി, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടൂ. സാർ, ഇങ്ങനെ ഇരുന്നാലോ? സ്വന്തം കാര്യം വന്നപ്പോ ആവശ്യവും ധൈര്യമൊക്കെ ചോർന്നു പോയോ? മിനിമോൾ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. സാർ എന്താ ഒന്നും മിണ്ടാത്തത്? നാടിനെ സ്നേഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഭീരുവാകാൻ പാടില്ല. മിനിമോളെ എത്രയും വേഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ അപകടമാണ്. സാറിനെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. മാത്രമല്ല, ഞാൻ നാളെ തിരിച്ചു പോകേണ്ട ഒരു ജയിൽ പുള്ളിയാ. എങ്കിലും മിനിമോളെ കാണാത്തതിൽ സാറിന് മാത്രമല്ല സങ്കടം, എനിക്കുണ്ട്. 2-3 ദിവസത്തെ പരിചയം ആ കുട്ടിയായിട്ടുള്ളെങ്കിലും അവൾ എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞു. സാറ് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. മിനിമോൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെയും കൊണ്ടേ വരൂ. സുരേഷ്, ഹലോ. സുരേഷ്, ഇത്രയും ആവേശം പാടില്ല. ഇൻസ്പെക്ടറുടെ കുട്ടി മാത്രമല്ല എന്റെ കയ്യിലുള്ളത്, വേറൊരാൾ കൂടിയുണ്ട്. നിന്റെ സഹോദരി ശോഭ. എന്റെ സഹോദരി? അവളെങ്ങനെ നിന്റെ അടുത്ത് വന്നു? എന്താണ് ആ സഹോദരിയുടെ പേര് പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്റെ സഹോദരി എന്റെ വീട്ടിലുണ്ട്. വീട്ടിലില്ല സുരേഷ്, ഭയപ്പെടുത്തുകയുമല്ല.
നിന്റെ സഹോദരി ഇപ്പോഴെന്റെ കസ്റ്റഡിയിലുണ്ട്. എനിക്കവളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? എങ്കിലിതാ കേട്ടുള്ളൂ നിന്റെ സഹോദരിയുടെ ശബ്ദം. ചേട്ടാ, എന്നെ ഇവിടുന്ന് രക്ഷിക്കൂ. ശോഭേ, അതെ ചേട്ടാ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ. നീ എവിടുന്നാ സംസാരിക്കുന്നത്? എന്താ വിശ്വാസമായോ? നിനക്ക് നിന്റെ സഹോദരിയെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നീ ജയിലിലേക്ക് തിരിച്ചു വയ്ക്കോ. ഇല്ലെങ്കിൽ എന്റെ സഹോദരി എന്റെ ജീവനാണ് ആ പട്ടി. പക്ഷെ നീ എന്നൊരു ഭീരമാക്കാൻ നോക്കണ്ട. എന്നെ തകർക്കുന്നതിന് മുൻപ് നിന്റെ സഹോദരിയുടെ ഗതി എന്താകുമെന്ന് ആലോചിച്ചോ. ശുക്കൂർ. ഓ, ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ സാർ. എന്നാലും സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞിനോട് ഇത്രയും സ്നേഹമില്ലായ്മ പാടില്ല. ഡാഡി, എന്നെ വന്ന് കൊണ്ടുപോ ഡാഡി. സ്വന്തം കുഞ്ഞിനെ വേണോ അതോ എന്നെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന പ്രമോഷൻ വേണോ? ഹലോ, എക്സ്ചേഞ്ച് അല്ലേ? ഞാൻ ഇൻസ്പെക്ടർ ജയദേവനാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ച ഏത് നമ്പറിൽ നിന്നാണ്? എവിടെയാണ് സ്ഥലം? ഓക്കെ, താങ്ക് യു. അറിയാ, നിങ്ങൾ അന്വേഷിക്കുന്ന ഷുക്കൂറിന്റെ സംഘത്തിൽ ഇവിടെ രാജു സീലോർ ഹോട്ടലിലുണ്ട്. നേരാണോടോ? ഞാൻ കണ്ടു. അയാൾ ആർക്കോ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്യുന്നത് താൻ കണ്ടാണോ? അയ്യോ, യാ.
എല്ലാം ഉണ്ടല്ലോ ഷുക്കു. ഷുക്കു, എന്റെ ശോഭ എവിടെയാണ് ഷുക്കു? പറയൂ ഷുക്കു, എന്റെ ശോഭ എവിടെയാണ്? തരാം. നിന്റെ തന്ത പറയൂ, ഷുക്കൂർ എവിടെയാണ്? എനിക്കറിയില്ല. നിങ്ങൾ വെറുതെ എന്നെ ശല്യം ചെയ്യില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ... എനിക്കിപ്പോ ആ മനുഷ്യനുമായി ഒരു ബന്ധമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. പക്ഷേ സത്യം പറയുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. നിനക്കറിയാൻ ഷുക്കൂർ എവിടെയുണ്ട്? എനിക്കറിയില്ല, അറിയില്ല. പറയടി, എവിടെ ഷുക്കൂർ? എനിക്കറിയില്ല. പറയടി, ഷുക്കൂർ എവിടെയാണ്? പറയാൻ എവിടെ ഷുക്കൂർ? പറയടി.
വരും. അവിടുന്ന് ഹെലികോപ്റ്ററിൽ ജയ്പൂരിലേക്ക് പോകാൻ.
എന്തു പറ്റി? വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. അരിയാചരിയായി തരാം. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സിനിമയിലോ? ഉണ്ട് സാർ. സ്വീറ്റ്. താങ്ക് യു. ഓക്കെ, another piece. സാറേ സാറേ, ഞാൻ നാളെ രാവിലെ അങ്ങ് വന്നാ മതിയോ? മതി മതി. മോളെ ടാറ്റാ. സാറേ, അവനെ പ്രത്യേകം ശ്രദ്ധിച്ചോളേ. ടാറ്റാ.